ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തേതൊരു സ്പെഷ്യൽ വ്ളോഗാട്ടോ. ഇക്കാൻ്റെയും മോളുടെയും ബർത്ത്ഡേ ആയിരുന്നു ഈ കഴിഞ്ഞ വീക്കിൽ. അപ്പോൾ അന്നത്തെ 2 ദിവസം എടുത്തിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ അത്. അന്നത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ അതിലൊരു അടിപൊളി ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള നല്ലൊരു ബിരിയാണിയുടെ റെസിപ്പി കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുള്ളത് ഒരു ദിവസം വൈകിട്ടാട്ടോ. അപ്പോൾ ഞാൻ മോളുടെ ബർത്ത്ഡേക്ക് ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡെക്കറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ഹോട്ട് എയർ ബലൂൺ തീമാട്ടോ ആക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ വെച്ചിട്ട് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ബാസ്ക്കറ്റും പിന്നെ കുറച്ച് നമ്മൾ സ്ക്യൂവേഴ്സ് ഇല്ലേ, നമ്മൾ ബാർബിക്യൂ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു സ്റ്റിക്കും കൂടി യൂസ് ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ മോളെ വിളിച്ച് മെഷർമെൻ്റ് ഒക്കെ എടുത്ത് ഞാനിപ്പോൾ ആ ഒരു എന്താ പറയുക, ആ ഒരു ഹോട്ട് എയർ ബലൂണിൻ്റെ ആ ഒരു അടിയിൽ ആ ഒരു ഇതുണ്ടല്ലോ അതൊന്ന് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ മോളുടെ ബർത്ത്ഡേ വരുന്നത് നെക്സ്റ്റ് ഡേ ആണ്. അപ്പോൾ അന്ന് ഒരു ചെറിയൊരു ഫോട്ടോഷൂട്ട് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ തന്നെ. അപ്പോൾ ഞാൻ അവളുടെ എല്ലാ ബർത്ത്ഡേക്കും ഇങ്ങനെ ചെയ്യാറുണ്ട്. അതെനിക്കൊരു ഇഷ്ടമുള്ളതുകൊണ്ടാട്ടോ. എനിക്കിങ്ങനെ അവളുടെ അങ്ങനത്തെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് കീപ്പ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഓരോ ബർത്ത്ഡേക്കും ഇങ്ങനെ കുറച്ച് ബലൂൺ ഡെക്കറേഷനൊക്കെ ഞാൻ തന്നെ ചെയ്തിട്ട് ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ട് കീപ്പ് ചെയ്ത് വെക്കാറുണ്ട്. ഞാൻ ആ ഒരു ബാംബൂൻ്റെ സ്റ്റിക്കൊക്കെ ഞാൻ ആ ഒരു ബാസ്ക്കറ്റിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ബാസ്ക്കറ്റിൽ അവൾക്ക് ഇറങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ആദ്യം ഒരു ജൂട്ടിൻ്റെ ബാസ്ക്കറ്റ് എടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ അതിൽ അവൾക്ക് ഇറങ്ങി നിൽക്കാൻ അത്ര സുഖം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഐക്കിയുടെ ഈ ഒരു ബാസ്ക്കറ്റ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ കുറച്ച് ബലൂൺസ് എല്ലാം ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. പല കളേഴ്സിൽ വരുന്ന ആ ഒരു തീമിലെല്ലാം ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇക്ക വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്ക വന്നിട്ട് ഇക്കാൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഇക്ക പറഞ്ഞു നമുക്കിന്ന് പുറത്തുനിന്ന് ഡിന്നർ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പുറത്തേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഇന്ന് കാര്യമായിട്ട് ഡിന്നറൊന്നും ഉണ്ടാക്കാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഡെക്കറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നതാണ്. അങ്ങനെ കുറച്ചെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പുറത്ത് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഇവരെ 2 പേരുടെയും ബർത്ത്ഡേ അടുത്തടുത്ത് വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആട്ടോ ഈ ഒരു 2 ദിവസവും. എന്താ പറയുക, എനിക്ക് എങ്ങനെയാണോ ഫസ്റ്റ് ഇവള് ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടായിരുന്ന അതേ ഒരു എക്സൈറ്റ്മെൻ്റ് ആട്ടോ എനിക്ക് എല്ലാ വർഷവും ഉണ്ടാവല്. ഫോണാ വേണ്ടി ചേച്ചിക്ക്? പിങ്ക് ഫോണാ വേണ്ടി? ആണോ? ആ ഓക്കെ. അപ്പോൾ മോൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഗിഫ്റ്റ് എല്ലാം ഓൾറെഡി വാങ്ങിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾ ഗിഫ്റ്റിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. അവൾക്കൊരു പിങ്ക് ഫോൺ വേണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറേ ആയിട്ട് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് ഓൾറെഡി നമ്മൾ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓൾറെഡി വാങ്ങിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഇങ്ങനെ നമ്മൾ ഓരോ തവണ പുറത്ത് പോകുമ്പോൾ നമ്മൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഇങ്ങനെ കാർ കയറിയാലൊക്കെ അത് പറയുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കേക്ക് വാങ്ങാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ചിലപ്പോൾ ഫുഡ് വെച്ച് വരുമ്പോഴേക്കും ചിലപ്പം കേക്ക് ഷോപ്പൊക്കെ അടക്കും. അപ്പോൾ ഇത് നമ്മളുടെ ഫ്ലാറ്റിൻ്റെ താഴെ തന്നെ ഒരു മിസ്റ്റർ ബേക്കർ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് കേക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. എന്നാൽ പിന്നെ താഴെ തന്നെ ആണല്ലോ, അപ്പോൾ നമുക്ക് കേക്ക് വാങ്ങിയിട്ട് ഫ്ലാറ്റിൽ കൊണ്ടുപോയി വെച്ചിട്ട് പിന്നെ അങ്ങനെ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ച്. ഇപ്രാവശ്യം ഒരു ചീസ് കേക്ക് ആക്കാമെന്ന് വിചാരിച്ച്. ഇതുവരെ എല്ലാ തവണയും ഒരു കസ്റ്റമൈസ്ഡ് കേക്ക് ഓർഡർ ചെയ്യലുണ്ട്. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ ആരും വരാനൊന്നുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ വെറുതെ കസ്റ്റമൈസ് ചെയ്ത് കേക്ക് നമ്മൾ വെറുതെ ഫോട്ടോക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഓർഡർ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കേക്കൊന്നും അങ്ങനെ ഓർഡർ ആക്കിയിട്ടില്ല. നമ്മൾ ഒരു റെഡിമെയ്ഡ് കേക്ക് വാങ്ങിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ 2 പേരുടെയും അടുത്തടുത്താണല്ലോ, അപ്പോൾ 2ആളും കൂടിയും ഒരു കേക്ക് കട്ട് ചെയ്യലാണ്. എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെ കേട്ടോ നമ്മൾ ചെയ്യൽ. കേക്കെല്ലാം വാങ്ങിച്ചു. ഇനിയിപ്പോൾ ഇത് ഫ്ലാറ്റിൽ കൊണ്ടുപോയി വെക്കണം. We'll have one satay. Chicken satay. Yeah. Then, what is your main course?
പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അപ്പം നമ്മളൊരു തായ് റെസ്റ്റോറൻറ്റിലേക്കാട്ടോ വന്നത്. തായ് ഫുഡ് നമുക്ക് രണ്ടുപേർക്കും നല്ല ഇഷ്ടമാണ്. നമ്മളുടെ ഫ്ലേവറിന് ഒത്തുപോകുന്ന ഒരു ഫുഡാട്ടോ തായ് ഫുഡ്. അങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാം. ഇവിടെ അബുദാബിയിലുള്ള അരോയ് ഡി എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലേക്കാട്ടോ നമ്മൾ പോയത്. നല്ല അടിപൊളി ഫുഡായിരുന്നു. അവിടുത്തെ ചിക്കൻ സാത്തയൊക്കെ ഒന്നും പറയാനില്ല കേട്ടോ, അടിപൊളിയായിരുന്നു. പിന്നെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ വീട്ടിലെത്തി. അപ്പം നമ്മൾ കേക്കെല്ലാം നാളെ കട്ട് ചെയ്യാമെന്ന് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത് മോളുടെ ബർത്ത്ഡേൻ്റെ അന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊരു വീക്ക് ഡേ ആയതുകൊണ്ട് തന്നെ ഇക്കാക്ക് ഓഫീസ് ഉണ്ടാകും. അപ്പം പിന്നെ ഇക്ക വരുമ്പോൾ രാത്രിയാവും. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ച് ഇപ്പോൾ രാത്രി തന്നെ കട്ട് ചെയ്യാം. ഓൾറെഡി മോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ഇരിക്കുകയാണ്. അപ്പം കേക്ക് അപ്പോൾ തന്നെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വാങ്ങിച്ച ഗിഫ്റ്റൊന്നും ഞാൻ റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അവളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ. കാരണം എനിക്ക് അവളില്ലാതെ ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് വെക്കാനുള്ളൊരു ചാൻസും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വേഗം വീട്ടിൽ വന്നപ്പം ഗിഫ്റ്റെല്ലാം റാപ്പ് ചെയ്ത് ഒക്കെ സെറ്റാക്കി വെച്ചു. അവൾക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ, ഒരു ഐഡിയ ഇല്ല എന്ത് ഗിഫ്റ്റാണെന്നൊന്നും അറിയില്ല. പിന്നെ കേക്കെല്ലാം കട്ട് ചെയ്ത് മോൾക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടോ. മോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. കാരണം മോൾ വേണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം ആയതുകൊണ്ട് തന്നെ അവൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്കൊരു പിങ്ക് ഫോൺ വേണമെന്നായിരുന്നു. അപ്പം അതെന്നെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ വേഗം തന്നെ ഞാൻ ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. കാരണം മോളുടെ ബർത്ത്ഡേ ആണല്ലോ. അപ്പോൾ മോൾക്ക് ഫേവറേറ്റ് ആണ് ബിരിയാണി എന്ന് പറയുന്നത്. ഏത് റൈസിനേക്കാളും ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഇന്ന് ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ ബിരിയാണി ആക്കുക കേട്ടോ. കാരണം എനിക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ മോളുടെ ഫോട്ടോ എടുക്കാനുള്ള കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതെല്ലാം ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് വേഗം ബിരിയാണിയുടെ ആ ഒരു പരിപാടി അങ്ങനെ കഴിച്ചു വെച്ചാൽ പിന്നെ എനിക്ക് സമാധാനത്തിൽ ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കാമല്ലോ. അപ്പം ഞാൻ 3 കപ്പ് അരിയാട്ടോ എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 ഉള്ളി ഞാൻ വെളിച്ചെണ്ണയിൽ ഞാൻ വഴറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഉള്ളി നന്നായിട്ട് തന്നെ ബ്രൗൺ കളറായിട്ട് വരണം കേട്ടോ. ആ ഒരു ഉള്ളി നന്നായിട്ട് വഴണ്ട് വരുന്നതാണ് ആ ഒരു ബിരിയാണിയുടെ ടേസ്റ്റ്. അപ്പോൾ ആ ഉള്ളി നന്നായിട്ട് തന്നെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക. അപ്പോൾ തക്കാളി എടുക്കുമ്പോൾ ഞാൻ ഉള്ളിയുടെ പകുതി അളവ് എടുക്കൽ. 3 ഉള്ളി ആയതുകൊണ്ട് ഞാനിവിടെ ഒരു 1.5 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് വഴറ്റാൻ വേണ്ടിയിട്ട് വെക്കുക. ആ ഒരു തക്കാളി എല്ലാം നന്നായിട്ട് ഉടഞ്ഞു വരണം. ആ ഒരു സെയിം സമയത്ത് തന്നെ നമുക്ക് നെയ്ച്ചോറും വെക്കാം. ഞാൻ പൊതുവേ നെയ്ച്ചോറ് വെച്ചിട്ടാണ് ബിരിയാണി വെക്കൽ. നെയ്ച്ചോറിലേക്ക് ഗരം മസാലയും നെയ്യും ഓയിലും ഒഴിച്ചിട്ടാണ് നെയ്ച്ചോറ് വെക്കൽ കേട്ടോ. അപ്പോഴേക്കും നമ്മളുടെ മസാല എല്ലാം നല്ല റെഡി ആയി വന്നിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് നമ്മൾ ഗരം മസാലയും പെപ്പർ പൗഡറും മാത്രം ഇട്ടെടുക്കുന്നത്. വേറെ പൗഡേഴ്സ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തൈരും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചിക്കൻ ഞാനിവിടെ ഒരു 1/2 കിലോ എടുത്തിട്ടുണ്ടാവും കേട്ടോ.
എന്നിട്ട് ആ ഒരു ചിക്കൻ ആ ഒരു മസാല കിടന്ന് വേവണം. എന്നിട്ട് ആ ചിക്കൻ്റെ ആ ഒരു വെള്ളമൊക്കെ അതിലേക്ക് ഇറങ്ങി വരണം കേട്ടോ. ഈ വെള്ളമൊന്നും വറ്റിക്കരുത്, ഈ വെള്ളം അങ്ങനെ തന്നെ വേണം. നമ്മൾ വറ്റിക്കുന്നില്ല, നമ്മൾ ദമ്മിടുന്ന സമയത്ത് ഇത് റെഡി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നെയ്ച്ചോറും റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ലെയർ ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ലെയർ ചെയ്യുന്ന സമയത്ത് ഞാൻ ആ ഒരു ഗരം മസാലയുടെ ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ കേട്ടോ ബിരിയാണി വെക്കൽ. ഞാൻ ആ ഒരു മസാലയുടെ ആ ഒരു ഗ്രേവി ഞാൻ വറ്റിക്കലില്ല. ആ ഒരു ഗ്രേവി നമ്മൾ ദമ്മിലിടുന്ന സമയത്ത് അതിങ്ങനെ അതിൻ്റെ ആ ഒരു ഹീറ്റിൽ ഇങ്ങനെ വറ്റി ആ ഒരു ഫ്ലേവറും കൂടി ചോറിലേക്ക് വരണം. അപ്പോഴാണ് ചോറും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. എന്നിട്ട് നമ്മൾ ദമ്മിട്ട് കൊടുത്തതിന് ശേഷം മുകളിൽ കുറച്ച് നെയ്യും ഗരം മസാലയും മല്ലിയിലും കൂടി തൂവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോയിൽ ഞാൻ പറയുന്നതാണ്, ഞാൻ മറ്റേ ഉള്ളി പൊരിച്ചിട്ടോ അണ്ടിപ്പരിപ്പ് പൊരിച്ചൊന്നും ഞാൻ ഇട്ട് കൊടുക്കില്ല, എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട്. അതിട്ട് കൊടുക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഒന്ന് ദമ്മിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യത്തെ 5 മിനിറ്റ് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ല ലോ ഫ്ലെയിമിൽ ഒരു 20 to 25 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നമ്മൾ ബിരിയാണി റെഡി ആവും കേട്ടോ. ഇങ്ങനെ ബിരിയാണി എല്ലാം ദമ്മാക്കാൻ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ബാക്കി ഡെക്കറേഷൻസ് ചെയ്യാൻ വന്നിട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഹോട്ട് എയർ ബലൂൺ തീമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയൊരു ഹോട്ട് എയർ ബലൂണിൻ്റെ ആ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബേസായിട്ട് ഞാൻ വലിയൊരു ബലൂൺ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് വീർപ്പിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇങ്ങനെ പല കളേഴ്സിലുള്ള ബലൂൺ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അതൊന്ന് അവിടെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ വിചാരിച്ചു മോൾക്ക് ചോറ് കൊടുക്കാമെന്നുള്ളത്. അപ്പം കാരണം മോൾക്ക് ചോറൊക്കെ കൊടുത്ത് സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോ എടുക്കാൻ കുറച്ചും കൂടി ഒന്ന് ഈസി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവൾക്ക് വേഗം ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ ചോറെല്ലാം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ വെക്കുമ്പോൾ നല്ല ഗ്രേവി ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ഗ്രേവി എല്ലാം വറ്റി ആ ഒരു പെർഫെക്റ്റ് മസാലയായി വന്നിട്ടുണ്ട്. എന്നാൽ നല്ല സോഫ്റ്റ് കേട്ടോ അതിൻ്റെ റൈസൊക്കെ. അപ്പോൾ എല്ലാവരും ബിരിയാണി ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാം കേട്ടോ. പിന്നെ ഫുഡ് കൊടുക്കലും എല്ലാം കഴിഞ്ഞ് പിന്നെ ഞാനൊന്ന് പോയി ഫ്രഷായി. ഇനി ബാക്കി ഡെക്കറേഷൻ നമുക്കൊന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ടേബിളെല്ലാം ഒന്ന് സൈഡ് മാറ്റിയിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് ഒരു സൈഡിൽ ഫുള്ള് വിൻഡോ ആണ് വരുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഫോട്ടോ എടുത്താലേ ശരിയാവില്ലല്ലോ. അപ്പോൾ ഞാൻ ആ ടേബിൾ ഒന്ന് വിൻഡോ സൈഡിലേക്ക് മാറ്റിയിട്ട് ആ ടേബിൾ വെച്ച ആ ഒരു സ്ഥലത്താണ് ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ബാക്കി സെറ്റപ്പും കൂടി ഒന്ന് ചെയ്തിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ തലേന്ന് രാത്രി ചെയ്ത് വെച്ചില്ല ആ ഒരു അടിയിലുള്ള ആ ഒരു ബേസ്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബലൂണും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് ബാസ്ക്കറ്റ്സും പിന്നെ മോളുടെ കുറച്ച് സോഫ്റ്റ് ടോയ്സും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ പിന്നെ കുറച്ച് ലൈറ്റിങ്ങും ഒക്കെ വെച്ചിട്ട് അങ്ങനെ സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ മോളെയും ഞാൻ ആ ഒരു തീമിന് അനുസരിച്ച് ഞാൻ ഡ്രസ്സ് മാറ്റി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ. കാരണം അറിയാലോ ടോട്ടലസിൻ്റെ ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു റീല് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ക്രേസി മോമിന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ആക്കിയിട്ട് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റു വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.